الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണല്ലോ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. മഹാനായ സ്വഹാബിവര്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്കൊക്കെ സുപരിചിതമായ കാര്യമാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നാം ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഷഹാദത്തും അതുപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ചും അതുപോലെ ഈതാഉ സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചും ഹജ്ജും സൗമു റമളാനും, ഇത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം മദീനയിലെ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം ഹിജറ 2-ാം വർഷം ശവ്വാൽ മാസത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ റുക്നുകളിലായി, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലായി സക്കാത്ത് നിയമമാക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും സക്കാത്ത് ഇട്ടായിട്ടുണ്ട്. മുൻകാല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഒരു ഇബാദത്തായിരുന്നു, ഒരു നന്മയായിരുന്നു സക്കാത്ത് എന്നുള്ളത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് എന്ന് സക്കാത്ത് നിർബന്ധമാക്കി? ഹിജറ 2-ാം വർഷം ശവ്വാൽ മാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ച രംഗങ്ങളിൽ ഭൂരിപക്ഷവും അതിന് തൊട്ടു ചേർത്തി പറഞ്ഞത് സക്കാത്തിനെ കുറിച്ചാണ്. അപ്പം നമസ്കാരത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഇന്ന് സുബഹി നമുക്ക് ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ മനസ്സനുഭവിക്കുന്ന വേദനയും ഒരു അസ്വസ്ഥതയും ഒരു വല്ലാത്ത ഒരു വിമ്മിഷ്ടവും നമ്മളെല്ലാവരും അനുഭവിച്ചറിയും അല്ലേ? ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, ഒരു നമസ്കാരം നഷ്ടപ്പെട്ടാൽ എത്രത്തോളം പ്രയാസമുണ്ടാവലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 30ഓളം സ്ഥലത്താണ്
പ്രിയപ്പെട്ടവരെ നമസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ആ 30 സ്ഥലങ്ങളിൽ 27 സ്ഥലങ്ങളിലും നമസ്കാരത്തിനോടൊപ്പം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രിയപ്പെട്ടവരെ നോക്കിയേ നിങ്ങള്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വഅഖാമുസ്സലാത്ത വആതൗസ്സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളെ പ്രവർത്തിക്കുകയും, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വഅഖാമുസ്സലാത്ത നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും വആതൗസ്സകാത്ത സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരില്ലേ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അങ്ങനെ എല്ലാ നന്മകളും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവെങ്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അളവറ്റ പ്രതിഫലമുണ്ടാകുന്നതാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടി വരില്ല, അവരൊന്നിൻ്റെ വിഷയത്തിലും ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങളിൽ പുളകിതമാകണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഏതൊക്കെ സൽക്കർമ്മത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞതെന്നറിയോ? വഅഖാമുസ്സലാത്ത വആതൗസ്സകാത്ത. നമസ്കാരവും സക്കാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രിയപ്പെട്ടവരെ എടുത്തു പറയുകയാണ്. 5 നേരത്തെ നമസ്കാരത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കുന്നൊരു ശ്രദ്ധ സക്കാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്, അല്ലേ? ഇനി സക്കാത്ത് കൊടുക്കുന്നവൻ തന്നെ അത് എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളത് റമളാനിന്റെ 27-ാം രാവിലെ തൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടുന്നവരിലേക്ക് വെച്ചു കൊടുക്കുന്നത് 100 രൂപയോ 150 രൂപയോ ആണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഏറെ ഗൗരവമാണ്. നമ്മുടെ വീടിൻ്റെ വാതിൽ മുട്ടിക്കിട്ട് സക്കാത്തിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി വരുന്നവർക്ക് നമ്മുടെ പോക്കറ്റിലൊരു തുക എടുത്തു കൊടുത്താൽ സക്കാത്തിൻ്റെ ബാധ്യത നിർവഹിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഗൗരവമാണ്, അത് അബദ്ധ ജഡിലമാണ്, അത് നിരർത്ഥകമായിട്ടുള്ള വാദമാണ്, അത് റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നാം ഖേദിക്കേണ്ടി വരുന്ന ചിന്താഗതിയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. എന്താണ് സക്കാത്ത് എന്നുള്ളതിന് പണ്ഡിതന്മാരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചു നൽകി. അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശർഅൻ ഫീ മാലിൻ മുഅയ്യൻ ലിതായിഫത്തിൻ ഔ ജഅത്തിൻ മഖ്സൂസ. ഇതാണ് സക്കാത്ത് എന്താണ് എന്നുള്ളതിന് പണ്ഡിതന്മാർ നിർവചനം നൽകിയത്. എന്താ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന എന്നോളം ഞാൻ ചെയ്യുന്നത് ഇബാദത്താ. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കൊടുത്തു വിടേണ്ടേ എന്ന് വിചാരിച്ചു കൊടുത്തതല്ല. എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നത് പോലെ, ഞാൻ നോമ്പ് നോൽക്കുന്നത് പോലെയുള്ള ഒരു കർമ്മം അത്തഅബ്ബുദു ലില്ലാഹ്. എന്നിട്ടോ ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശർഅൻ ഫീ മാലിൻ മുഅയ്യൻ, നിർണിതമായ ചില സമ്പത്തുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നിർണിതമായ ഒരു വിഹിതം ലിതായിഫത്തിൻ ഔ ജിഅത്തിൻ മഖ്സൂസ, നിർണിതമായ അവകാശികൾക്ക് നൽകുന്നതിനെയാണ് സക്കാത്ത് എന്ന് പറയാം. നിർണിതമായ സമ്പത്തിൽ നിന്ന് നിർണിതമായൊരു തുക നിശ്ചയിക്കപ്പെട്ട നിർണിതമായിട്ടുള്ള അവകാശികൾക്ക് നൽകുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ സക്കാത്ത് എന്ന് പറയുക. അതിൽ ഒന്നാമതായി വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സക്കാത്ത് എന്ന് നാം മനസ്സിലാക്കി. ഇനി എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാളുടെ മേൽ എപ്പോഴാണ് സക്കാത്ത് ബാധകമാവുക? 2 കാര്യങ്ങൾ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, ഔദാര്യമല്ല, നിർബന്ധമാണ്. ഒന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ? നിസാബ് ഉണ്ടായിരിക്കണം. എന്താ നിസാബ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വിശദമായി വിശദീകരിക്കും. എന്നിരുന്നാലും 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായിട്ടുള്ള വസ്തുക്കൾ, അത് കറൻസി ആവട്ടെ എന്തോ ആകട്ടെ, നമ്മുടെ കൈവശമുണ്ടോ എങ്കിൽ നാം സക്കാത്ത് കൊടുക്കണം. എങ്ങനെയാണെങ്കിൽ ഒരു ഹൗല് പൂർത്തിയാവണം. നിസാബും വേണം, ഹൗലും പൂർത്തിയാവണം. നിസാബ് എത്രയാ? 595 ഗ്രാം വെള്ളി. ഇനി ഹൗൽ എത്രയാ? ഒരു ഹിജ്റ വർഷം
കഴിഞ്ഞ റമളാനിന് നാം പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റമളാൻ ആകുമ്പോഴത്തിന് ഹിജറ വർഷം പൂർത്തിയായി. ആ ഒരു ഹിജറ വർഷത്തിനിടയിൽ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായിട്ടുള്ള സമ്പത്ത് അവൻ്റെ കൈകളിലുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ സിൽവർ റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് 595 കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പ്രിയപ്പെട്ടവരെ നാം സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ അർഹനല്ലേ എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഇത് അവകാശമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അതേ പ്രിയപ്പെട്ടവരെ, തനിക്ക് റഹ്മാനായ റബ്ബ് നൽകിയ സ്വത്തിൽ നിന്ന് ചോദിക്കുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും അവകാശമുള്ളതാണ്. പാവപ്പെട്ടവരുടെ അവകാശമാണ് സക്കാത്ത്. അതല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു ഔദാര്യമല്ല. അത് നമ്മുടെ ഒരു ഔദാര്യമായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കാണരുത് എന്നുള്ളതാണ്. ഇപ്പം സക്കാത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു സമ്പത്ത് കുറയുന്നതാണോ നമ്മുടെ ചിന്ത? ഞാൻ അപ്പോൾ അത് കൊടുത്താൽ ഇന്ന സ്ഥലത്തേക്ക് പോകണമല്ലോ, ഇന്നത് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്യണമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ വായ കീറിത്തന്നവൻ ആരാ? ഈ വായിലൂടെ കഴിക്കാൻ യോഗ്യമായ രൂപത്തിൽ ഭക്ഷണത്തെ സംവിധാനിച്ച് നൽകിയവൻ ആരാ? ആ റബ്ബ് പറയുന്നൊരു കാര്യം നാം നിർവഹിച്ചതിൻ്റെ പേരിൽ നാം തകർന്നു പോവുകയോ, നാം ഒന്നുമില്ലാതെയായി പോവുകയോ, നാം പാപ്പരായി പോവുകയോ, എന്ത് അബദ്ധമായിട്ടുള്ള വാദമാണത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാൻ യൻസിലാൻ. ഒരടിമയും അവനവൻ്റെ പ്രഭാതത്തിലെ അവൻ്റെ കണ്ണുകൾ തുറക്കുന്നില്ല, പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എങ്ങനെയല്ലാതെ പ്രിയപ്പെട്ടവരെ, ഇല്ലാ മലക്കാൻ യൻസിലാൻ, അവൻ്റെ അരികിലേക്ക് 2 മലക്കുകൾ കടന്നു വന്നിട്ടല്ലാതെ. എന്നിട്ടോ അഹദു ഉമാ, അതിലൊരു മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, റബ്ബേ നീ നൽകിയ സമ്പത്തിൽ നിന്ന് കൃത്യവും വ്യക്തവുമായി സക്കാത്താകട്ടെ, സ്വതക്കയാകട്ടെ കൊടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നാദാ നീ ഖലഫാ ഒരുപാട് 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 കൊടുക്കുന്നാദാ. ഇനിയോ പ്രിയപ്പെട്ടവരെ, മറ്റൊരു മലക്കിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അതി മുംസികൻ തലഫാ. അല്ലാഹുവേ, കൊടുക്കാതെ പിടിച്ചു വെക്കുണ്ടല്ലോ. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ ലാ തൂക്കി, അസ്മാ നീ നിന്റെ പാത്രത്തിന്റെ വായ മൂടിക്കെട്ടരുതിട്ടോന്ന്, നീ നിന്റെ പാത്രത്തിന്റെ വായ മൂടിക്കെട്ടരുതിട്ടോ. അങ്ങനെങ്ങാനും നീ കെട്ടിയാൽ ഫയൂഖാലൈക്കി, നിനക്കുമേൽ നിന്റെ റബ്ബ് തരുന്ന ആ സമ്പത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല ആ വായ മൂടിക്കെട്ടും. വ്യക്തായോ? നീ നിന്റെ പാത്രത്തിന്റെ വായ മൂടിക്കെട്ടരുത്. നീ അങ്ങനെങ്ങാനും കെട്ടിയാലോ, നീ സമ്പത്ത് പിടിച്ചു വെച്ചാലോ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതായാലോ, നിനക്ക് റബ്ബ് തരുന്നതിൽ റഹ്മാനായ റബ്ബ് പിടിച്ചു വെക്കുമെന്ന് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കിയേ നിങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മലായിക്കത്തിന്റെ പ്രാർത്ഥന, അള്ളാഹുവെ കൊടുക്കുന്നവന് കൊടുക്കുന്നാതാ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനെ നശിപ്പിക്കുന്നാതാ അവൻ്റെ സമ്പത്ത്. ഈ മലക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ദുആ ഉൻ മുസ്തജാബ. അത് എന്തായാലും റഹ്മാനായ റബ്ബ് സ്വീകരിക്കും. കാരണം ഓലെന്തിനെ സൃഷ്ടിച്ച്? അള്ളാഹിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. അത് സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ലാ യൻഖുസു മാലും മിൻ സദഖ, ഒരു വ്യക്തിയുടെ പോലും സമ്പത്തിൽ നിന്ന് കുറവ് വരികയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരാളുടെ സമ്പത്ത് പോലും കുറയൂലാന്ന്. ഇത് അള്ളാഹുവിൻ്റെ റസൂല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കെന്താ? അത് 7-ാം ആകാശത്തുള്ള വഹിയ. ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ പറയുന്നത്. എന്നിട്ടോ ഫതസദ്ദഖൂ, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോ. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടവരാരാ? പട്ടിണി പാവങ്ങളായിട്ടുള്ള സ്വഹാബത്തായിരുന്നു. അന്നക്ക് വകയില്ലാത്തവരായിരുന്നു, പശിയടയാത്തവരായിരുന്നു, ഒട്ടിയ വയറുമായി നടന്നവരായിരുന്നു. അവർ ഈ ആയത്തുകളെ കേട്ടപ്പോൾ അവരെങ്ങനെങ്ങാനും സക്കാത്ത് കൊടുക്കാൻ ഞാൻ അർഹനാണോ എന്നാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ അർഹനാണ് എന്ന ചിന്തയെ അവരുടെ ഇടയിൽ വന്ന്. നമ്മൾ പലപ്പോഴും
ഒരു 4 പണ്ഡിതന്മാരോട് ചോദിക്കും, എന്തിനാ ചോദിക്കുന്നത്? നാം സക്കാത്ത് കൊടുക്കാൻ അർഹതയില്ലാത്തവനാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവാൻ. അത്രയാണ് ഈ കൊടുക്കണോ, ആഭരണത്തിന് കൊടുക്കണോ, ഇങ്ങനെയാണ് ഈ കൊടുക്കണോ, എന്തിനതൊക്കെ ചോദിക്കുന്നത്? കൊടുക്കാനല്ല, ആ കൊടുക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം രക്ഷപ്പെടാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടണ്ടേ. ഇതൊക്കെ എവിടേക്കുള്ളതാ? അള്ളാഹുവിന്റെ കോടതിയിലേക്കല്ലേ. ആ വിചാരണയുടെ നാളിൽ റഹ്മാനായ വദൂദായ റഹീമായ ഗഫാറായ ഖാദിറായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ ആ റബ്ബിന് നാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ നാം സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. റബ്ബിന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ പ്രിയപ്പെട്ടവരെ നാം സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ആ കാരുണ്യം എവിടുന്നാ കിട്ടുക? എല്ലാ കാര്യങ്ങളെയും നാം അതിൻ്റെ മൈക്രോ പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ അതിൽ നിന്ന് തടി കഴിച്ചലാവാമെന്ന് ചിന്തിക്കുന്നവർക്ക് റബ്ബിന്റെ റഹ്മത്ത് കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മോട് ചോദിക്കണം. ഹാസിബു ഖബല അൻ തുഹാസബു എന്നല്ലേ, നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യുമെന്നല്ലേ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ്. ഇത് റബ്ബിന്റെ വാക്ക. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫ്, അതിന് പകരം തരും. അതിലൊരു സംശയമില്ല. ഈ ആയത്തിനെ ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് എങ്ങനെയാ? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ നഫഖതൻ വാജിബ, അത് വാജിബായിട്ടുള്ള ചെലവഴിക്കലാവട്ടെ. എന്താ പ്രിയപ്പെട്ടവരെ വാജിബായിട്ടുള്ള ചെലവഴിക്കൽ? സക്കാത്ത് ആകട്ടെ, ഔ മുസ്തഹബ്ബ, അത് സുന്നത്താക്കപ്പെട്ട സദഖയും മറ്റുമൊക്കെ ആകട്ടെ, അത് എന്താണെങ്കിലും റഹ്മാനായ റബ്ബ് ഫഅല്ലാഹു തആല യുഖ്ലിഫുഹു, റബ്ബ് അതിന് നിനക്ക് ഇരട്ടിയായി 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 പകരം തരും. എത്ര മനോഹരമായിട്ടാണ് റബ്ബിന്റെ ഒരു ഉദാഹരണം. ഒരു അരിമണിയോട്, ഒരു ധാന്യമണിയോട്, ഒരു നെൽമണിയോടല്ലേ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ ഉപമ പഠിപ്പിച്ചത്. ഒരു ധാന്യമണി നീ കുഴിച്ചിട്ടാൽ ആ ധാന്യമണിയിൽ നിന്നൊരു ചെടി വളർന്നു വരുന്നു. ആ ചെടിയിലാകട്ടെ 7ഓളം ഇലകളുണ്ട്. ആ 7ഓളം ഇലകളിൽ പ്രിയപ്പെട്ട 7ഓളം കതിരുകളുണ്ട്. ആ 7ഓളം കതിരുകളിൽ ഓരോ കതിരുകളിലും 100ഓളം ധാന്യമണികൾ. എത്രയാ? 700 ആയില്ലേ? ഒരു ധാന്യമണിയിൽ നിന്ന് 700 ധാന്യമണി. റബ്ബിന്റെ ഉപമ നോക്കിയേ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ നോക്കിയ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണേ, നാം ഏറെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഫലാ തതവഹമു അന്നൽ ഇൻഫാഖ മിമ്മാ ഇൻകുസുർ റിസ്ഖ്. നിങ്ങളൊരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഞാൻ സക്കാത്ത് കൊടുത്താൽ, സദഖ കൊടുത്താൽ എൻ്റെ മാൽ കുറഞ്ഞു പോകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ബൽ വഅദ ബിൽ ഖലഫി ലിൽ മുൻഫിഖ്, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് റബ്ബ് നൽകിയ വാഗ്ദാനമാണ്. എന്താണ് ആ വാഗ്ദാനം? അല്ലദീ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു വഹുവ ഖൈറുർ റാസിഖീൻ. റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഉപജീവനം വിശാലമാക്കി കൊടുക്കുമെന്നും അവന് യാതൊരുവിധ ബുദ്ധിമുട്ടോ, യാതൊരുവിധ കുടുസതയോ, യാതൊരുവിധ ക്ലേശമോ, യാതൊരുവിധ പ്രയാസമോ ഉണ്ടാവില്ല എന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമല്ലേ. നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന മാർഗങ്ങളാണ്. നിങ്ങളുടെ ഉപജീവന മേഖല വിശാലമാകാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും നിങ്ങൾ പരിശ്രമിക്കേണ്ടതുമെന്നും ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുക. നമ്മളെ അല്ലേ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓടും മനുഷ്യർ. പക്ഷെ അള്ള പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇത് കൊടുത്തോ ഞാൻ നിനക്ക് ഇരട്ടിപ്പിച്ചു തരാം, ഇത് ചെലവഴിച്ചോ ഞാൻ നിനക്ക് ഇരട്ടിപ്പിച്ചു തരാം. അപ്പൊ ആ ഒരു ചിന്താഗതി പ്രിയപ്പെട്ടവരെ നമ്മിലൊക്കെ ഉണ്ടാകണം. ഇനിയിപ്പോൾ സക്കാത്ത് നൽകാതിരുന്നാലുള്ള പ്രശ്നം എന്താ? നമ്മൾ നിസ്കാരത്തെ പോലെ ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു റുക്കിന് നഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എന്ത് ചെയ്യും? ആ റുക്കിന് തിരിച്ചെടുക്കും. ഇനി ഒരു വാജിബ് നഷ്ടപ്പെട്ടാലോ നമ്മുടെ സഹവിൻ്റെ സുജൂദിയും ഇത്ര ഗൗരവത്തിലാണ് അത് കാണുന്നത്. ഇന്ന് സക്കാത്തിൻ്റെ വിഷയത്തിൽ അത്ര ഒരു കൃത്യമായ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ നാം സ്വീകരിക്കലുണ്ടോ? ആ സക്കാത്ത് നൽകാത്തവരാരെന്ന് റബ്ബ് പഠിപ്പിച്ചത് ആരെക്കുറിച്ചാ?
പരിശുദ്ധ ഖുർആനെ പഠിപ്പിച്ചില്ലേ? വവൈലുൽ ലിൽ മുശ്രിക്കീൻ, അതേ മുശ്രിക്കീങ്ങൾക്ക് നാശമുണ്ട്. എങ്ങനെയുള്ളവരാണവർ? അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. അവർ സക്കാത്ത് നൽകാത്തവരാ, അവർക്ക് നാശമുണ്ട്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അള്ളാഹുവിൻ്റെ വചനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് പറഞ്ഞതിനും കേട്ടതിലൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നൊരു ചിന്തന. നാളെ സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പമാണ് സക്കാത്ത് കൊടുത്തവരുണ്ടാവുക. സ്വർഗത്തിൽ എന്തായാലും പ്രവേശിക്കും. സക്കാത്ത് കൊടുത്തവർ ആരോടൊപ്പം? സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം. എത്ര വലിയ സൗഭാഗ്യമാണ്, എത്ര വലിയ പദവിയാ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വെളിച്ചം അവർക്ക് പകർന്നു നൽകുമെന്ന എത്രയെത്ര ശ്രേഷ്ഠതകൾ ആ സക്കാത്ത് കൊടുത്തവന്റെ വിഷയത്തിൽ വന്ന ഹദീസുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുമെന്നറിയോ? അതുകൊണ്ട് ആ സക്കാത്ത് ഞാൻ കൊടുക്കുമെന്ന വിഷയത്തിൽ നമുക്കാർക്കും ഒരു തർക്കമുണ്ടാവരുത്. എല്ലാവരും കൊടുക്കുകയാണ്. ഞാനിതിന് അർഹനാണോ? ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചില കണക്കുകൾ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ചില കണക്കുകൾ എന്ത് ചെയ്യാം, പറയാമെന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിൻ്റെ പരിധിയായി നമ്മെ പഠിപ്പിച്ചത് 200 ദിർഹം. 200 ദിർഹം വെള്ളി നിന്റെ കയ്യിലുണ്ടോ, നീ സക്കാത്ത് കൊടുക്കണമെന്നാ. എന്താ 200 ദിർഹം എന്ന് പറഞ്ഞാൽ? എന്താ പ്രിയപ്പെട്ടവരെ, ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ ഒരു മിസ്കാലാണ്. അതായത് നമ്മുടെ ഒരു കണക്ക് കൂട്ടി അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 595 ഗ്രാമിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു കണക്ക് വരുമെന്നുള്ളതാ. 200 ദിർഹം എന്ന് പറയുമ്പോൾ 140 മിസ്കാൽ വരും. ആ 140 മിസ്കാലിനെ 4.25 പ്രിയപ്പെട്ടവരെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 595 ഗ്രാം കൃത്യമായിട്ട് കിട്ടും. അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കണക്കാണ്. 200 ദിർഹം, അതായത് 200 വെള്ളിക്ക് തത്തുല്യമായിട്ടുള്ള സമ്പത്ത്. പ്രവാചകൻ മറ്റൊന്നും പറഞ്ഞു, 20 ദീനാറും പറഞ്ഞു. ദീനാർ എന്നുള്ളത് സ്വർണ്ണമാണ്, ദിർഹം എന്നുള്ളത് വെള്ളിയാണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഹദീസിൻ്റെ പ്രയോഗങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ 595 ഗ്രാം തുല്യമായിട്ടുള്ള ഒരു കറൻസി ആകട്ടെ, എന്താകട്ടെ, കച്ചവട വസ്തുവാകട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. പലപ്പോഴും സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു സംശയമാണെന്ത്? സ്ത്രീകൾക്കുള്ളൊരു സംശയമാണ്, 20 ദീനാർ എന്ന് പറഞ്ഞാൽ 85 ഗ്രാമാണ് വരിക. അത് പവനിലേക്ക് പോകുമ്പോൾ 10.5 പവനും 1 ഗ്രാമും വരും. 10.5 പവനും 1 ഗ്രാമും വരും. ഇപ്പം ഈ 10.5 പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പം എങ്ങനെ കൊടുക്കേണ്ടത്? ഇപ്പം 10.25 ആ 10.5 നിന്ന് ആ 1/4 പവന് കൊടുത്താൽ മതിയോ? അല്ല. നമുക്ക് മനസ്സിലാക്കുന്നത് 10.25 ഉണ്ടെങ്കിൽ 10.25ന്റെ 2.5% കാണിക്കുക. അതിനൊക്കെ നമുക്ക് എത്ര വലിയ സൗകര്യം. ഇപ്പോൾ നമ്മുടെ ജമീൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ സക്കാത്ത് കാൽക്കുലേറ്റർ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ പവന് വെച്ചോങ്ങി എത്ര ഉണ്ട്, അതിൻ്റെ ഗ്രാമും മില്ലും കണക്കും വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ എത്ര രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കാണ് ബോധ്യപ്പെടും. ഇത്രയും അത്യാധുനിക സൗകര്യങ്ങൾ റബ്ബ് നൽകിയിട്ട് നമ്മൾ പടച്ചവൻ്റെ അടുത്ത് മറുപടി അറിയേണ്ടതില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുക. അതിന് ആരൊക്കെ എന്തൊക്കെ തടസ്സം നിന്നാലും എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ടോന്ന്. പിന്നെ ചില പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമാണെന്ത്, ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എവിടേക്കാണ് നാം കൊണ്ടുപോവുക? പടച്ച റബ്ബിൻ്റെ മുന്നിലേക്കല്ലേ? റബ്ബിൻ്റെ ആ ഹിസാബിൽ നിന്ന്, വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഇതൊക്കെ നാം നിർവഹിക്കുന്നത്. ഞാൻ 2 ഹദീസുകൾ പറയാം. ഒന്ന്, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ കാനത്ത് തൽബസു ഔളാഅ മിൻ ദഹബിൻ. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അതേ സ്വർണത്തിന്റെ കുറച്ച് ആഭരണങ്ങൾ ധരിച്ചിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അകൻസുൻ ഹുവ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇത് നിധിയുടെ കൂട്ടത്തിലാണോ? അതായത് ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള വസ്തുവിലാണോ ഇത് ഉൾപ്പെടുക? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ ബലഗ അൻ തുഅദ്ദിയ സകാതഹു ഫസുക്കിയ ഫലൈസ ബികൻസിൻ. അതെ, അത് കെൻസിന്റെ പരിധിയിൽ ഉൾപ്പെടും. എപ്പോ? നീ സക്കാത്തിന്റെ പരിധി എത്തിയിട്ട് നീ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? അത് ആഭരണമാകട്ടെ, നീ ആഭരണം അല്ലാത്തതാവട്ടെ, എടുത്തു വെച്ചതാകട്ടെ, എടുത്തു വെക്കാത്തതാകട്ടെ, 10.5 പവന് മുകളിലുണ്ടോ സക്കാത്ത് കൊടുക്കണമെന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയോട്
അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേ സമാനമായിട്ടൊരു ഹദീസ് കാണാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ അരികിലേക്ക് പ്രവേശിക്കുക. ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ യദി ഫതഹാത്തും മിൻ വരിക്കിൻ. അതെ, വെള്ളിയുടെ കുറച്ച് ആഭരണങ്ങൾ ആയിഷ ബീവി ധരിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചു, മഹാദാ യാ ആയിഷ, ആയിഷ അത് എന്താണെന്ന് ചോദിച്ചു. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, സനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്. അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഭംഗി വെളിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ധരിച്ച ആഭരണങ്ങളാണ് പ്രവാചകരെ. അള്ളാഹിൻ്റെ റസൂൽ എന്താ ചോദിച്ചെന്നറിയോ? അത്തുഅദ്ദീന സകാതഹുന്ന. ആയിഷ, നീ ഇതിൻ്റെ സക്കാത്ത് കൊടുത്തു. ആയിഷ ധരിച്ച ആഭരണത്തിൻ്റെ വിഷയത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞു, ലാ, അള്ളാഹുവിൻ്റെ റസൂലേ ഇല്ല. ആയിഷ ബീവിയോട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഹുവ അസ്ബുക്കി മിനന്നാർ. ആയിഷ, നീ ധരിച്ച ഈ വെള്ളിയുടെ ആഭരണം മതി ആയിഷ, നിനക്ക് നരകം വാങ്ങിത്തരാൻ, നിനക്ക് നരകം നിർബന്ധമാക്കാൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഈ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധയുണ്ടാകണം. അത് ആഭരണമാകട്ടെ, എടുത്തു വെച്ചതാകട്ടെ, 10.5 പവന് മുകളിലുണ്ടോ, 85 ഗ്രാമിന് മുകളിലുണ്ടോ, ഞാൻ സക്കാത്ത് കൊടുത്തിരിക്കും. എന്തിനാ ഞാൻ സക്കാത്ത് കൊടുക്കുന്നത്? എൻ്റെ റബ്ബിൻ്റെ ഹിസാബിൻ്റെ മുന്നിൽ, വിചാരണയുടെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടാനും, നാളെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിന് പോലും വിഭാവന ചെയ്യാൻ കഴിയാത്ത സ്വർഗീയാരാമത്തിൽ വിരാജിക്കാൻ. അതിനപ്പുറം പ്രിയപ്പെട്ടവരെ, നമ്മെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ 14 രാവിലെ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ യാതൊരുവിധ മറയുമില്ലാതെ ആ സുന്ദരമായ അവസ്ഥയിൽ റബ്ബിനെ കാണണോ? ആ സൗഭാഗ്യം കിട്ടണോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നാം ശിരസ വഹിച്ചേ കൊള്ളൂ എന്നൊരു തീരുമാനം നമുക്കുണ്ടാകണം. ഇനി അത് കറൻസി ആകട്ടെ, ശമ്പളമാകട്ടെ, സാലറി ആകട്ടെ, ഒരു ഹൗല് പൂർത്തിയായ കാലയളവ്, ഒരു ഇജറ വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ബാങ്കിൽ എത്ര ഉണ്ട് നോക്കുക, നമ്മളെ ഉണ്ടിയപ്പാനിയിൽ എത്ര ഉണ്ട് നോക്കുക, എല്ലാം നോക്കണം. അന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ വെക്കുന്ന സമയത്ത് നമ്മളെ പേഴ്സിലത്തെ പൈസ അടക്കം നോക്കണം. പേഴ്സിലെ പൈസ അടക്കം നോക്കണം. 1 റുപ്യ ഉണ്ടോ, 1 രൂപ പ്രിയപ്പെട്ടവരെ കാൽക്കുലേറ്റ് ചെയ്യണം. ഉണ്ടിയപ്പാനി ഉണ്ടാവും, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പെരൻ്റെ ആ മുകളിലത്തെ ഷെൽഫിൽ 2500 എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കൂട്ടണം. അതൊക്കെ കൂട്ടിയിട്ട് അത് എത്രയാണോ അതിൻ്റെ 2.5%. നിങ്ങളൊന്ന് ആലോചിക്ക്, 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ 2500 റുപ്യയിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കാനാണ് നമ്മൾ 1500 മസ്അല കഴിക്കുന്നത്. അങ്ങനെ കൊടുക്കണോ, ഇങ്ങനെ കൊടുക്കണോ? അപ്പോൾ ഇതിൽ പ്രിയപ്പെട്ടവരെ യാതൊരുവിധ ആശങ്കയും ഇല്ല എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ കച്ചവടം, ഇനി കച്ചവട വസ്തുക്കളാവട്ടെ, നമ്മൾ കച്ചവട വസ്തുക്കൾ എന്തിനാ? നമ്മളത് പൈസ കൊടുത്ത് വാങ്ങുന്നു, അത് ലാഭമെടുത്ത് വിൽക്കുന്നു, അതിനും കൊടുക്കണം. അതും 595 ഗ്രാമിൻ്റെ കണക്ക് തന്നെയാണ്. അതിൻ്റെ എത്ര മുകളിലോട്ടുണ്ടോ അതും കൊടുക്കും. നമ്മുടെ സ്ഥലം മേടിച്ചു, സാധാരണ സ്ഥലത്തിനില്ല, ഇപ്പം സ്ഥലം വിൽക്കുന്ന ആവശ്യത്തിന് മേടിച്ചു, നമ്മൾ നല്ലൊരു ലാഭം കിട്ടിയാൽ വിൽക്കും. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അപ്പം എല്ലാത്തിനും കുറിയുടെ സക്കാത്ത് കൊടുക്കണം, എല്ലാത്തിനും പ്രിയപ്പെട്ടവരെ കൊടുക്കണം. കടത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർ 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കടം നാം കൊടുത്തു, അപ്പം തിരിച്ച് ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിലാണ് ആ കടം കൊടുത്തതെങ്കിൽ അതിന് കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇനി ആ ധനികൻ്റെ കയ്യിലാണെങ്കിൽ അതിപ്പോഴേ എന്ത് ചെയ്യുക? അത് കിട്ടുന്ന ഉറപ്പാണല്ലോ, ഇപ്പോഴേ കണക്കൂട്ടി കൊടുക്കുക. ഇനി അതല്ല, ഇനി കിട്ടിയ സമയത്ത് കണക്കാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇവിടൊക്കെ ഏറ്റവും സൂക്ഷ്മമായ നിലപാടുകളാണ് പ്രിയപ്പെട്ടവരെ നാം ഒക്കെ സ്വീകരിക്കേണ്ടത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കണം. അതിലുപരി പ്രത്യേകം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഈ സംഘടിത സക്കാത്ത് എന്നൊരു സംവിധാനം നമുക്കൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ പള്ളിയുടെ പുറത്തിറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു വലിയൊരു പോസ്റ്റർ നിങ്ങളൊക്കെ കാണും. കഴിഞ്ഞ വർഷം സക്കാത്ത് കിട്ടിയ തുക കൊണ്ട് സംഘടിതമായി കൊണ്ട് നിർവഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പം നമ്മളറിയാത്ത ഫക്കീറിൻ്റെയോ മിസ്കീനിൻ്റെയോ ആ സക്കാത്തിൻ്റെ അർഹരായവർ ഒരുപക്ഷെ നമുക്ക് പ്രിയപ്പെട്ടവരെ പലതും കൃത്യമായി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അത് വളരെ മാന്യമായി, വളരെ സൂക്ഷ്മതയോടെ, കൃത്യതയോടെ, വ്യക്തതയോടെ അത് അതിൻ്റെ അർഹർക്ക്, എത്രയോ വീടുകൾ പ്രിയപ്പെട്ടവരെ നിലാരംബർക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രയോ പാവപ്പെട്ടവർക്ക്, ഒരു ദിവസത്തിൻ്റെ അന്നം മുട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള സംവിധാനത്തിന് ആ സക്കാത്തിൻ്റെ പണം ഉപകരിച്ചിട്ടുണ്ട്. മാറാരോഗങ്ങൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിലെ ആ ICUവിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് പ്രിയപ്പെട്ടവരെ
ആ സക്കാത്തിൻ്റെ പണം ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒരു വിഹിതം നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനത്തിലൂടെ കൂടി നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു 30,000 രൂപ സക്കാത്തിൻ്റെ അളവിലുണ്ടെങ്കിൽ ഒരു 10,000 ഒരു 15,000 രൂപ ഒക്കെ പ്രിയപ്പെട്ടവർ ഈ ഒരു മേഖലയിലൂടെയും കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ വലിയ ഹൈറിന് നമ്മളടക്കം കാരണമാകുമെന്നൊരു ചിന്ത നമുക്കുണ്ടാവുക. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസു ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം ഏറെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സമ്പത്തൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിർബന്ധമായിട്ടും പ്രിയപ്പെട്ട ഇത് സക്കാത്ത് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ഒരു ദിനം ചിലപ്പോൾ ഷവ്വാലിലാവും കൊടുത്തിട്ടുണ്ടാവുക, നമുക്ക് റമദാനിൽ കൊടുക്കാം, കുഴപ്പമില്ല. റമദാൻ എന്നുള്ളത് സക്കാത്തിൻ്റെ ഒരു മാസമായിട്ടല്ല, ആ നേരത്തെ വേണമെങ്കിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാമെന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഷവ്വാൽ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ വർഷം റമദാനിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ ഓർത്തെടുക്കാനും എപ്പോഴും നമുക്ക് ഓർമ്മയിലുണ്ടാവാനും ഒക്കെ ഒരു മാസം എന്ന നിലക്ക് റമദാനിൽ ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രം ഇന്ന് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ സ്വർണം കാതിലത്തെ ഒരു ജിംകിയിലെ ഒരു ചെറിയ മുട്ടാണെങ്കിൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യുക, തൂക്കുക, അളക്കുക, കണക്കാക്കുക, എന്നിട്ട് സക്കാത്ത് കൊടുക്കുക. പലപ്പോഴും നമുക്കൊരു ചിലപ്പോൾ ഒരു ജംകിയുടെ ചെറിയ പീസ് കൊടുത്താൽ മതിയോ നമ്മുടെ സക്കാത്ത് വിടാം. അപ്പം അതിൻ്റെ അയിനിൽ മാലിൽ തന്നെ കൊടുത്താൽ ആ സമ്പത്ത് തന്നെ കൊടുത്താൽ ഹൈറാണ്, അല്ലാതെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒക്കെ ആ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം പറയാനുള്ള നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ പെരുന്നാളിൻ്റെ പുഞ്ചിരിയിൽ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ നാം ഏറെ കാരണക്കാരാകണമെന്നുള്ളത് ആദ്യമേ ഓർമ്മപ്പെടുത്തുക. അതിന് നമ്മുടെ സംവിധാനം, നമ്മുടെ കൂട്ടായ്മ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു സംവിധാനമാണെന്ത്, ഈദ് കിസ്വ എന്ന് പറഞ്ഞൊരു കാര്യം. നിങ്ങളൊക്കെ അതിൻ്റെ പോസ്റ്ററുകളും എല്ലാം കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളൊക്കെ കണ്ട് 1300 രൂപയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പാവപ്പെട്ടവർക്ക് അത് കൊടുക്കുമ്പോൾ ആ മക്കളുടെ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ മക്കൾക്ക് ഡ്രസ്സ് മേടിക്കണം അല്ലേ. ഇപ്പം നമ്മളൊക്കെ 4 മക്കളുടെ അടുത്തൊരു 5 മക്കളുണ്ടെങ്കിൽ 5ാമത്തെ കുട്ടിക്ക് നമ്മൾ എന്തായാലും എടുക്കണമല്ലോ, നമ്മൾ എടുക്കാതെ ഇരിക്കൂലല്ലോ. അപ്പോൾ ഒരു 1300 രൂപ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥി ഘടകമുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് മക്കൾക്ക് അവരാ പെരുന്നാളിൻ്റെ ദിവസം പുത്തനുടുപ്പിട്ട് ആ പുഞ്ചിരിയുടെ ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും. ആ വിഷയത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ബദറാണ് അല്ലേ, ബദർ റമദാൻ ഹിജറ 2-ാം വർഷം റമദാൻ 17-ന് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ വലിയ വിജയക്കൊടി പാറിപ്പിച്ചൊരു യുദ്ധമായിരുന്നു ബദർ. കൂടുതലൊന്നും പറയുന്നില്ല. ആ ബദറിൻ്റെ ചരിത്രവും അതിൻ്റെ അതിജീവന കഥയും അതിൻ്റെ പാഠങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് പോലും നമുക്ക് എന്തിനാണ് ബദർ നടന്നതെന്ന് അറിയില്ലല്ലോ. ഒറ്റ വിഷയത്തിനാണ് ബദർ നടന്നത്, സാമ്പത്തിക ലാഭമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഗോത്രവർഗത്തിൻ്റെ പേരിലുള്ള തർക്കത്തിൻ്റെ പേരിലല്ല ബദർ നടന്നത്. ബദർ എന്തിനാ നടന്നതെന്ന് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. പ്രാർത്ഥിക്കാനും സഹായം തേടാനും വേദനകൾ ബോധ്യപ്പെടുത്താനും സങ്കടങ്ങൾ പറയാനും എൻ്റെ റബ്ബ് മാത്രമേ 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 ഉള്ളൂ എന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബദർ നടന്നത്. മക്കയിലെ മുശ്രിക്കീനോടാണല്ലോ ബദർ നടക്കുന്നത്. അവർക്ക് അല്ലാഹ് ആരാന്നറിയായിരുന്നു, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു, അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചവരായിരുന്നു, അവർ നമസ്കരിച്ചവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരോടാണ് ബദർ നടക്കുന്നത്. എന്തേ വിഷയം? അവർ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയെയും സഹായത്തിന് അള്ളാഹുവിനോടൊപ്പം കൂടെ ചേർത്തു. മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. ഇതിൻ്റെ പേരിലാണ് ബദർ നടന്നത്. ആ ബദറിൽ സഹാബത്ത് വേദനിച്ച വേദനകൾ എത്രയാ! ക്ലാവ് പിടിച്ച കടാരയായി, മൂർച്ചയില്ലാത്ത വാളുമായി, ഒട്ടിയ വയറുമായിട്ട് റഹ്മാനായ റബ്ബിൻ്റെ
കൽപ്പന പ്രിയപ്പെട്ടവരെ നെഞ്ചിലേറ്റി യാത്ര തിരിച്ച ഒരു വിഭാഗം. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ അൻതും അതില്ല. വളരെ പ്രയാസപ്പെട്ട സമയത്ത് റഹ്മാനായ റബ്ബ് അവരെ സഹായിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സഹായിച്ചത് എങ്ങനെയാ? റബ്ബിനോട് പ്രാർത്ഥിച്ച ആ കക്ഷത്തിന്റെ വെള്ള കാണുമാർ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ബദറിന്റെ പേരിൽ എന്താ നടക്കുന്നത് അറിയോ? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തിനാ ബദർ നടന്നത്? ബദർ മൗലീദ് കഴിക്കാനും ഭക്ഷിക്കാനും അല്ല. അതിനല്ല ബദർ നടന്നത്. അതിനല്ല പ്രിയപ്പെട്ടവരെ. മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹുവിനല്ലാതെ മറ്റാരുടെയെങ്കിലും പേരിൽ അർത്താൽ അതിൽ ലഅനത്തുണ്ട്, അതിൽ ശാപമുണ്ട് എന്നുള്ള. ആ ശാപമുള്ള മാംസം നമ്മൾ കുട്ടികളും തിന്നാലോ എന്താ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാലോ എത്ര ഗൗരവ. ബദർ എന്തിനാ? റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന പേരിൽ. ഇവിടെ യാ അഹ്ലൽ ബദരി ശുഹദാ, ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളെ എന്ന് വിളിച്ചിട്ട് വേദനകൾ പറയുന്നു, സങ്കടങ്ങൾ പറയുന്നു, യാതനകൾ പറയുന്നു. എത്ര കവിതകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഉണ്ട്, അതിന് നമ്മൾ നിൽക്കരുത്. നമ്മുടെ എല്ലാ കർമ്മവും, ഈ നിസ്കരിക്കുന്ന നോമ്പ്, ഈ നിസ്കരിക്കുന്ന നിസ്കാരം, നോൽക്കുന്ന നോമ്പ്, കൊടുക്കുന്ന സക്കാത്ത്, കൊടുക്കുന്ന സദക്ക ഒന്നും റബ്ബ് സ്വീകരിക്കൂല. അബാഹം മൻസൂറ, വിതറപ്പെട്ട ധൂളികളെ പോലെയാക്കി തീർക്കും. കാരണം ഏത് കർമ്മം സ്വീകരിക്കണമെന്നുള്ള മാനദണ്ഡം എന്താ? ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ റബ്ബിന് വേണ്ടി മാത്രമാവണം. മുത്താബഅത്തു റസൂൽ, പ്രവാചകന്റെ മാതൃക ഉണ്ടാവണം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്ത് ചെയ്തോ അള്ളാഹ്ക്ക് വേണ്ടട്ടോ. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ പള്ളിയിലുള്ള കളക്ഷൻ എന്നുള്ളത് നമ്മുടെ മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലുള്ള ഒരു മസ്ജിദിൻ്റെ സ്ഥലമെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണവും മറ്റുമൊക്കെ ആയിട്ടാണ് നമ്മെ സമീപിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു തൗഫീഖ് എത്രയെന്നറിയോ? പ്രത്യേകിച്ച് മണ്ണാർക്കാട് പാലക്കാട് ഹൈവേയിൽ ഒരുപാട് ആളുകൾ നമസ്കരിക്കാനും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന പള്ളി എന്ന നിലക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു 10 രൂപ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു 200 രൂപ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു 500 രൂപ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന 100 റുപ്യ ഉണ്ട്. ഇവിടെ ഒരു മുസല്ലയുടെ അറ്റം അത് നമ്മുടെ പൈസ ഉണ്ടാണെങ്കിൽ അവിടെ സുജൂദ് ചെയ്യുന്ന സുജൂദിൻ്റെ കൂലി ആയിരിക്കുക? നമുക്കാണ്. ഒരു സംശയമില്ല. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്കതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. നമ്മുടെ ഇന്നത്തെ പള്ളിയുടെ ബക്കറ്റ് കളക്ഷൻ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതിലേക്കാണ്. പരമാവധി ഉദാരമായിട്ട് എന്ത് ചെയ്യുക? സംഭാവന ചെയ്യുക റഹ്മാൻ. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിൽ നോട്ടീസ് ഉണ്ട്, അതിലേക്ക് ഗൂഗിൾ പേ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മെക്കൊണ്ട് കഴിയുന്ന ഈ റമദാനിൻ്റെ ദിനങ്ങളിൽ, സ്വതക്കയുടെ മാസമാണല്ലോ റമദാൻ, അതുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തുക. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലൊക്കെ ബരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ നദനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ അള്ളാഹുവെ പരിഹാരമേകണേ അല്ലാ. അള്ളാഹുവെ, ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് അതാ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. ഈ റമദാനിൻ്റെ ദിനങ്ങളിൽ ഞങ്ങൾ നോറ്റ നോമ്പും, ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളും, ഞങ്ങൾ നൽകിയ സദഖയും സക്കാത്തും റബ്ബേ നീ സ്വീകരിച്ചുകൊണ്ട് നാളെ സ്വർഗീയ പൂന്തോപ്പ് ലഭിക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വ യഖ്ദിൽ ഹജാത്ത്. اللهم عتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.